നിങ്ങളെ സഹായിക്കും. പക്ഷേ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദത്തം അങ്ങോട്ട് നിറവേറ്റുന്നവരാകണം. അള്ളാഹു തന്നെ അന്നത്തിൽ മതിമറന്ന് തോന്നിവാസം പ്രവർത്തിക്കുന്ന കാലത്തോളം ഈ സമുദായം രക്ഷപ്പെടില്ല. അതിന് 4 മുദ്രാവാക്യം കൊണ്ടോ അല്ലെങ്കിൽ 2 പ്രകടനം കൊണ്ടോ ഈ സമുദായം രക്ഷപ്പെടില്ല. ഏത് രാജ്യത്ത് എന്നാൽ മുസ്ലിം സമുദായത്തിൽ പ്രശ്നങ്ങളില്ലാത്ത രാജ്യം ഏതാണ്? മുസ്ലിം സമുദായത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ലോകം എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ ആ ഫലസ്തീനിൽ ദിവസേന കൊന്നൊടുക്കപ്പെടുന്ന ചെറിയ പിഞ്ചു മക്കളെ സംബന്ധിച്ച് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ ഓ ചെറുപ്പക്കാരാ, നിനക്ക് ഈ തുള്ളൽ തുള്ളാൻ കഴിയോ? അവിടെ വെച്ച് ദിനേന പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരെ സംബന്ധിച്ച് ഒരു ചെറിയ ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഈ അഹങ്കാരവുമായി ജീവിക്കാൻ സാധിക്കുമോ? സമുദായത്തോടൊരൽപ്പം കൂറുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയുമോ? ഈ സമുദായം ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് എല്ലാവരും കൈനീട്ടുന്നത് പോലെ എല്ലാവരും ഈ സമുദായത്തിലേക്ക് കൈനീട്ടുന്ന ഒരു സമയം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് ചുരുങ്ങിപ്പോയത് കൊണ്ട് ന്യൂനപക്ഷമായത് കൊണ്ട് സംഭവിക്കുകയാണോ? നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ലാ ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ധാരാളം ആളുകളുണ്ട്, എണ്ണം കുറഞ്ഞതല്ല പ്രശ്നം. പക്ഷേ വലാകിന്നകും ഉദാവും മലവെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന ചണ്ടി ചവറുകളെ പോലെ നിങ്ങൾ ഒന്നിനും പറ്റാത്ത, ദീനീ ബോധമില്ലാത്ത, പടച്ചവനെ ഭയപ്പെടാത്ത, ദീനിനോട് കൂറില്ലാത്ത, സംസ്കാരമില്ലാത്ത, ദീനിന്റെ ശിആറുകളെ പിച്ചു ചീർത്തുന്ന വിഭാഗമായി അധപ്പതിച്ചു പോയി എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ചുള്ള മതിപ്പും നിങ്ങളെ കുറിച്ചുള്ള ഭീതിയും ഭയവും എല്ലാം എടുത്തു മാറ്റിക്കളയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇസ്രായേലികൾ കുറെ കൂടുതലുണ്ടോ? മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? പക്ഷേ മുസ്ലിം സമുദായത്തിൽ വലിയ അക്രമം നടത്തി ഇങ്ങനെ ചെറിയ പിഞ്ചുമക്കളെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതല്ലേ? എന്താ കാരണം? ഈ സമുദായത്തിന്റെ അധപ്പതനമാണ് അതിന് കാരണം. ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ആ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ വെറുക്കുന്നു, അതേ സമയത്ത് ദുനിയാവിനെ വല്ലാതെ താല്പര്യപ്പെടുന്നു. ദുനിയാവിലുള്ള കാര്യലാഭം വേണം, ദുനിയാവിലുള്ള രസങ്ങൾ വേണം, ദുനിയാവിലുള്ള എല്ലാ വികാരങ്ങളും വീട്ടണം. ദുനിയാവിൽ എന്തെല്ലാമോ കളിച്ച് ദീനും ബോധവുമില്ലാത്തവരെക്കാൾ അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആ നേതൃത്വം ഏതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ല. എല്ലാം പഠിപ്പിച്ചു തന്നൊരു നേതാവാണ് നബിയുൽ ആമിർ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അച്ചടക്കം, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീന എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു എന്ന് ചിലപ്പോൾ കേൾക്കാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? എന്നെ ഒരു പാവപ്പെട്ടവനാക്കണം എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്അലുകൽ ഗിനാ, ഞാൻ ഐശ്വര്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ,